ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അതായത് ഗ്രീൻ ചിക്കൻ കറി. ഗ്രീൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളുടെ സ്റ്റൈൽ ചിക്കൻ കറിയല്ല, ഇതൊരു ഹൈദരാബാദി സ്റ്റൈൽ കറിയാണ്. പക്ഷേ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഞാൻ ഇതുപോലത്തെ ഈ ഒരു പീസ് അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വലുപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് കട്ടിങ്ങിൽ മാറ്റം വരുത്താം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് ബിസ്തി ഒന്ന് റെഡിയാക്കിയെടുക്കുക. അതായത് ഫ്രൈയിങ് ഓണിയൻ. നമ്മൾ സാധാരണ നോർമൽ ബിരിയാണിക്കൊക്കെ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എങ്കിൽ നമുക്ക് എല്ലാം വിട്ട് നന്നായിട്ട് ഫ്രൈ ആയി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, വിട്ട് കിട്ടും. അപ്പോൾ ഇത് മുഴുവൻ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടെ ഇളക്കിയിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. സാധാരണ നമ്മൾ നോർമലി ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെ ഈ ഒരു കറിക്ക് 1-2 പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ചിക്കൻ കറിയൊക്കെ ആക്കുമ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടൊക്കെ എടുക്കണ്ടേ. ഈ ഒരു കറിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഫ്രൈയിങ് ഓണിയൻ്റെ ഒരു ടൈമിങ്ങേ വേണ്ടു. പിന്നെ എല്ലാം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഓണിയനും അതുപോലെ തന്നെ നമ്മൾ ഇതിലിടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിൽ അരച്ചിട്ടാണ് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ചിക്കൻ കറിയിലേക്ക്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഈ ഒരു കറി വെക്കാനായിട്ട് ആവശ്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാധാ നോർമലി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു സവാളയൊക്കെ ഇപ്പോൾ 1/2 കിലോ ചിക്കനൊക്കെ റെഡിയാക്കുമ്പോൾ ഒരു 3 സവാളയൊക്കെ വേണ്ടേ, മീഡിയം സൈസ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തത്, 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ രണ്ടും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സവാള ഇപ്പോൾ ചിലപ്പോൾ കറിയൊന്നും വെക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും ചിലരുടെ വീട്ടിലൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സവാള ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ഒരു കറി റെഡിയാക്കാം. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ നോർമലി കറി ആക്കുന്ന പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ഒരുപാട് വേണമെന്നൊന്നുമില്ല. കുറച്ച് വെച്ചിട്ട് ഈ ഒരു കറി ചെയ്യാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഒരുപാട് വേണം. അതുപോലെ തന്നെ പൊടികൾ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇതുപോലെ കുറേയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പൊടികളൊക്കെ കുറച്ച് ഇടണ്ടു. അതുപോലെ തന്നെ മുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും നമ്മളിതിൽ ചേർക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ 1-2 പ്രത്യേകതകളുള്ള കറി. എങ്കിലും ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെ ആയാലും ചപ്പാത്തി, അപ്പം, നൂൽപ്പെട്ട് എല്ലാത്തിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ചെറുതായിട്ടുള്ള കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കളറിൽ കോരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സമയം ഇത് പ്ലേറ്റിൽ വെക്കുമല്ലോ, ഒന്ന് എണ്ണയൊക്കെ ഒന്ന് വരാൻ വേണ്ടി വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളറിൽ തന്നെ കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നമുക്കിനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി മെയിനായിട്ട് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ മല്ലിയിലയുടെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഈ ഒരു 1/2 കിലോ ചിക്കൻ ഇത്ര പിടി മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിനയില നോക്കാം. അപ്പോൾ ഇത്ര മല്ലിയില എടുക്കുമ്പോൾ ഇത്ര കുറച്ച് പുതിനയില മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരു പിടി, ആ ഒരു ചെറിയ ഫ്ലേവറിന് മാത്രം. അത് പുതിനയിലയുടെ ആ തണ്ട് ഭാഗമൊന്നും എടുക്കണ്ട കേട്ടോ, ഇല മാത്രം എടുത്താൽ മതി. എങ്കിലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയില്ല അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റാക്കി തന്നെ ചേർത്ത് കൊടുക്കാം, കാരണം നമുക്ക് ഇനി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇത് ചേർക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയില്ല അത് ചേർത്ത് കൊടുക്കും. ഇപ്പം കണ്ടില്ല നല്ല
ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കളറിൽ തന്നെ എടുക്കണം. നമ്മൾ ഇത്ര കളറിലല്ലല്ലോ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തത്, പക്ഷെ കുറച്ചുകൂടി കളറൊന്നും മാറിയല്ലോ. ഒരുപാട് ഡാർക്ക് ആക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു എന്താ പറയുക കരിവ് ഫ്ലേവറൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ എടുക്കുക, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നല്ല വലിപ്പമുള്ള തക്കാളി ആയിരുന്നു ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി തക്കാളി മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തക്കാളി ഒരുപാട് ചേർക്കരുത്. ശരിക്കും ഈ ഒരു ഹൈദരാബാദി കറിക്ക് മെയിനായിട്ട് വേണ്ട തൈര്, ചെറുനാരങ്ങ നീരൊക്കെ. അപ്പോൾ ഞാൻ ഇത് വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തൈര് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ തക്കാളി ആയാലും കുഴപ്പമില്ല, തൈരൊന്നും എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. തക്കാളി ആകുമ്പോൾ നമുക്ക് സ്ഥിരം ഉണ്ടാവുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്ത് കാണിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ. തൈരായാലും കുഴപ്പമില്ല, തക്കാളി ആയാലും കുഴപ്പമില്ല, ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല, ഏതായാലും പുളിക്ക് ചെറുതായിട്ടൊരു പുളിപ്പ് ഫ്ലേവറിനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഞാൻ ചെറിയ പച്ചമുളകാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 5-6 എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ ബോള് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതുപോലെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരുപാടൊന്നും ഇതൊന്നും വേണ്ട കേട്ടോ. കുറച്ചുണ്ടെങ്കിൽ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ കറി ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിൽ ആവശ്യമായിട്ടുള്ള ഈ ഒരു ഹൈദരാബാദി കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാം ഇല്ലെങ്കിൽ നിർബന്ധമില്ല. അണ്ടിപ്പരിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണേ. അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. ഒരു 1/2 കിലോ ചിക്കൻ ഒരു 10-12 എണ്ണം ആവശ്യമുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു അരമണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എങ്കിൽ നമുക്ക് നന്നായിട്ട് അരിഞ്ഞു കിട്ടും. അപ്പോൾ സാധാരണ നോർമൽ വാട്ടറിൽ തന്നെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നോക്കി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്, കാരണം നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ലേ. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം, എങ്കിലേ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കനിൽ നന്നായിട്ട് മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ പച്ച കളറിലാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുക. ശരിക്കും ഒറിജിനാലിറ്റി ഈ കളറിലാണ് കേട്ടോ കിട്ടുക, ലൈറ്റ് ഗ്രീൻ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ച കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് അത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു സെയിം കളറിൽ ഫംഗ്ഷനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഗ്രീൻ കളർ തന്നെ കിട്ടും. ശരിക്കും നോർമലി നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടും, ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഒക്കെ ആയിട്ട്. നല്ല ഗ്രീൻ അല്ല, എന്നാലും ഈ ഒരു കളറ്. അതുപോലെ തന്നെ ഞാനിത് ഇവിടെ ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ചിക്കനിൽ കുറച്ചുകൂടി മസാല പിടിച്ചു കിട്ടുമല്ലോ. സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കറി റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ കൂടി ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, പക്ഷേ ആ ഓയിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്, വേറൊരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പിടിച്ചിട്ടിരുന്നു കേട്ടോ മസാല. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഗ്രേവി കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണേ. പക്ഷേ ഈ ഒരു കറി നല്ല തിക്നെസ്സോട് കൂടി, അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ടാണ് ഈ കറി നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടപ്പ് തുറന്ന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ടേ, 1 ടീസ്പൂൺ തന്നെ ധാരാളം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരക പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഒരുപാട് ചേർക്കരുത്. ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ പെർഫെക്റ്റ് ഹൈദരാബാദി കറിക്ക് ഇത് നിർബന്ധമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ വെന്ത് കിട്ടുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കിഡിലും ഗ്രീൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്